പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തിലെടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ ഇതുവരെ ഇട്ട വീഡിയോ ഒന്നും സന്തോഷത്തിലല്ലേന്ന്. അങ്ങനെയല്ല, ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് സന്തോഷം കൂടുതലുണ്ട് കേട്ടോ. നമ്മുടെ ഇത്തിരി കുഞ്ഞടുക്കളത്തോട്ടത്തിലെ ഒരു കുഞ്ഞ് വിളവെടുപ്പ് നടത്തിയ ദിവസമാണ് കേട്ടോ. അതാണ് ഭയങ്കര സന്തോഷത്തിനുള്ളൊരു കാരണം. നമ്മൾ ഉള്ളി കഴിഞ്ഞ ദിവസം കിട്ടിയ സന്തോഷത്തിൽ പൊട്ടിയതും പൊട്ടാത്തതുമായ 3-4 പാത്രത്തിൽ ആയിട്ട് കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ നട്ടിട്ടുണ്ട്. അതിനിപ്പോൾ 1-2 ആഴ്ചയൊക്കെ ആകുമ്പം അതിന് മുളപ്പൊക്കെ വന്ന് സെറ്റാകുമെന്ന് കരുതുന്നു. ഈ ഒരു ഭാഗത്ത് ചീരയാണ് നമ്മൾ വിളവെടുക്കാൻ പോകുന്നത്. ചീര അത്യാവശ്യം ഇത് ഒരുപാട് വലുതാകുന്ന ഒരു ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഹൈറ്റ് വെക്കുന്നുണ്ട്, അങ്ങനെ വണ്ണമൊന്നും അങ്ങനെ വെക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചീര പറിച്ചെടുക്കണം. അതുമാത്രമല്ല, ഈ ചീരയിൽ കണ്ടോ ചിലതിലൊക്കെ പൂവായി തുടങ്ങി കേട്ടോ. ഒരുപാട് വലുപ്പം വെക്കുന്നതിന് മുന്നേ പൂവായി തുടങ്ങി. അപ്പം ഈ ഒരു പരുവത്തിനൊക്കെ കഴിക്കുമ്പോൾ, ഒരുപാട് മൂത്ത് പോകാതെ കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നൊന്ന് വിളവെടുക്കാൻ പോവുക. നമുക്കിവിടെ ഉണ്ട് കേട്ടോ പടവലവും പയറും ഒക്കെ. പടവലാണ് ഇപ്പോൾ കൂടുതലും പിടിച്ചിരിക്കുന്നത്. പാവലിട്ട് ഒന്നും പിടിച്ചില്ല കേട്ടോ. പടവലം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അത് വിളവെടുക്കുകയാണ്. ഒത്തിരി സന്തോഷമായിരുന്നു. നമ്മൾ വെച്ചിട്ട് നമ്മളിപ്പം വിൽക്കാനോ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു നേരമെങ്കിൽ ഒരു നേരം ആ തോരനുള്ളത് നമ്മളിങ്ങനെ നട്ട് നനച്ച് വളർത്തി അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു കറി വെക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ. അടുക്കളത്തോട്ടം ഇല്ലാത്തവരാരും തന്നെ കാണില്ലല്ലോ. അപ്പം ഞാനും ഒരുപാട് സന്തോഷത്തിലാണ് ചീരയൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ദേവൂട്ടനാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്ക് ആകുന്നതൊക്കെ. കുഞ്ഞിന് ശരിക്കും അറിയില്ലല്ലോ, പിടിക്കുമ്പം ഇങ്ങനെ അനങ്ങുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അവനെ കൊണ്ടും കട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. അതവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ചീരത്തോരൻ കൂട്ടാലോന്നോ എന്തൊക്കെയോ ഒരുപാട്. അപ്പോൾ അവനും ഒത്തിരി സന്തോഷമായിരുന്നു അവനെയും കൂടെ ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയപ്പം. അപ്പോൾ ബാക്കി കാണാം കേട്ടോ.